ലോകത്തിലെ ആദ്യത്തെ സംഘം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പുസ്തകങ്ങൾ 1760 വൂൾവിക് ആൻഡ് ചാറ്റോൺ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് CSEB പഠിക്കേണ്ടത്. ഹൈ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ കോർപ്പറേഷൻ സിലബസിൽ ആദ്യം പറഞ്ഞ ടോപ്പിക്കുകൾ ഒന്നാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണ് സഹകരണ തത്വങ്ങളെ കുറിച്ച് അല്ലെ, സഹകരണ തത്വങ്ങൾ. നമുക്ക് നോക്കാം, കാരണം നമ്മൾ ടോപ്പിക്കിൽ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതിനൊരു ഇവല്യൂഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നതിന് മുൻപേ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ഏകദേശം ഒരു 4 സ്റ്റേജിലൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിലനിൽക്കുന്നത്. 4 സ്റ്റേജസ് ആണ്. അപ്പോൾ നമുക്കതിൽ ഓരോന്നും പരിശോധിക്കണം കേട്ടോ. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പരിശോധിക്കാം. നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ നോക്കാം പ്രിൻസിപ്പിൾ. ഓക്കെ, അത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതിൻ്റെയാണെങ്കിലും പ്രിൻസിപ്പിൾ എന്നുള്ള തത്വങ്ങൾ അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ദ ടേം പ്രിൻസിപ്പിൾ is derived from the Latin word principium meaning basis. ഇപ്പൊ എന്താണ് പ്രിൻസിപ്പിയം എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്രിൻസിപ്പിൾ എന്നുള്ള പദം ഡിറൈവ് ചെയ്തത് എന്ന് ഓർത്ത് വെച്ചത്. എന്താണ് ഞാൻ പറഞ്ഞത്? ദ ടേം പ്രിൻസിപ്പിൾ is derived from the Latin word principium. ഇപ്പൊ പ്രിൻസിപ്പിയം എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്രിൻസിപ്പിൾ എന്ന വാക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. ആ പ്രിൻസിപ്പിയം എന്ന വാക്കിന്റെ അർത്ഥം ബേസിസ് എന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയും പറയുന്നുണ്ട് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ലേ ഡൗൺ സം ഡെഫിനിറ്റ് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു സെർവ് ആസ് എ ഗൈഡ് പോസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇപ്പൊ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാവിയിലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ഡെഫിനറ്റ് പ്രിൻസിപ്പിൾസുകൾ നമ്മുടെ ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാക്കന്മാർ ഫാദേഴ്സ് നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു ചട്ടക്കൂടിൽ നിന്നാണ് ഇന്ന് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെയാണ്, ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ദീസ് പ്രിൻസിപ്പിൾസ് ആർ കൺസിഡറബിൾ സിഗ്നിഫിക്കൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇപ്പൊ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെ ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതും നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ പറഞ്ഞ സക്സസ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഷാൾ ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ്. അതായത് ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ സക്സസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് പറയുക, ഡിപ്പെൻഡ് ഓൺ ദി പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സക്സസ് ആകാൻ പറ്റും എന്നാണ് പറയുക. അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ ഒരു പ്രവർത്തനവും അതിന്റെ സക്സസും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കാം. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് പ്രൊഫസർ DG കാർവെ. DG കാർവയുടെ അഭിപ്രായത്തിൽ പറയുകയാണ്, ഒപ്പീനിയൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി. ഇന്ന് ഓർത്തേക്കണം കേട്ടോ, ഇത് ഒന്ന് ഓർത്തേക്കണം. PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി. അപ്പോൾ സഹകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഓർഗനൈസ് ചെയ്യാൻ, കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു വേ ആണ് വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അങ്ങനെ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദി ഗൈഡ് ലൈൻസ് ആൻഡ് ഗ്രൗണ്ട് റൂൾസ് ഫോർ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ്. ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ പിന്തുടരേണ്ടതായിട്ടുള്ള ചില ഗൈഡ് ലൈൻസും ഗ്രൗണ്ട് റൂൾസും എന്ന സഹകരണ പ്രിൻസിപ്പിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ പറയുന്നുണ്ട് ജോർജ് ഡെവനോണിക് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദ പ്രിൻസിപ്പിൾ ആർ എ സെറ്റ് ഓഫ് റൂൾ വിച്ച് വിൽ ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊന്ന് പഠിച്ചേക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ജോർജ് ഡെവനോണിക് എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ആർ എ സെറ്റ് ഓഫ് റൂൾസ് അല്ലെ. എന്താണ്? ഇതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. സഹകരണ സ്ഥാപനങ്ങളുടെ ലൈഫിനെയും ആക്ടിവിറ്റീസിനെയും ഗവേൺ ചെയ്യുന്ന അല്ലെ, അതിൻ്റെ ആ പ്രവർത്തനങ്ങളെ ഗവേൺ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് എന്ന് നമുക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ എന്ത് പറയാം അല്ലെ, അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി നോക്കാം.
ദ വർക്കിംഗ് റൂൾസ് അഡോപ്റ്റഡ് ബൈ ദ ICA കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1966. ഓർത്ത് വെച്ചേക്കുക, 1966 എന്താണ് ആ കമ്മീഷനുണ്ട്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുണ്ട് ICA അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. പ്രിൻസിപ്പിൾസ് മീൻസ് ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ or that is absolutely indispensable to the achievement of the cooperative movement's purpose എന്നാണ് അവർ അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. പ്രിൻസിപ്പിൾസ് മീൻസ് ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ എന്തിനാ വേണ്ടി, അബ്സല്യൂട്ട്ലി ഇൻഡിസ്പെൻസിബിൾ ടു ദ അച്ചീവ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് പർപ്പസ്. ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, പ്രാക്ടീസസ് എന്ന് പറയാം അല്ലേ. ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ എന്താണ് അച്ചീവ്മെന്റ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് പർപ്പസ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം നേടാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് പ്രിൻസിപ്പിൾസിനെ എന്ത് ചെയ്യാൻ, കണക്കാക്കാൻ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ്ലി ഡെവലപ്ഡ് ബൈ ദ റോക്ക്ഡെയിൽ പയനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ 1960 and then ICA took change of that in 1937, later marking corrections in 1966 and 1995. അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ആയ സംഘം എന്ന് പറയുന്നത് ഏതാണ്, അത് റെപ്സ് ആണ് അല്ലേ. ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് അല്ലേ, ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി, റെപ്സ് എന്ന് പറയും. ഫസ്റ്റ് സക്സസ് ആണ് അവർ. അപ്പോൾ അവർ സക്സസ് ആയതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് സർട്ടൻ പ്രിൻസിപ്പിൾസുകൾ അല്ലെ, സർട്ടൻ പ്രിൻസിപ്പിൾസുകൾ അവർ ഫോളോ ചെയ്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് അവർ സക്സസ് ആയത്. സർട്ടൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തത് കൊണ്ടാണ് അവർ സക്സസ് ആയെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം 1844 റെപ്സ് ഫോം ചെയ്തു കേട്ടോ. 1844 ഡിസംബർ 21 മറ്റൊരു രീതി പറയാം 21/12/1844 റെപ്സ് ഫോം ചെയ്തു കേട്ടോ. 21/12/1844 റെപ്സ് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം റെപ്സ് 1860 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർക്കുക 1844 അവര് ഫോം ചെയ്തെങ്കിലും 1860 അവരുടെ ജനറൽ ബോഡിയിലാണ് ഇവര് ഈ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക. 1844 അവർ ഫോം ചെയ്തു, എന്നാൽ 1860 ജനറൽ ബോഡിയിലാണ് അവർ ഈ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തത്, ഓർത്ത് വെക്കുക, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് അതിനുശേഷം 1895 ICA രൂപീകരിച്ചു അല്ലെ. 1895 ICA ഫോം ചെയ്യുകയുണ്ടായി. അപ്പം അതിനുശേഷമാണ് ICA ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത്. നമുക്ക് പറയാം, നമുക്കത് അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്, ആർ ദോസ് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ് ഒബ്ജക്റ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം നേടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക എസെൻഷ്യൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് ഇതിനെ അർത്ഥമാക്കാം. അടുത്ത് പറയുന്നുണ്ട് there were 4 different stages in which the principle was developed. 4 സ്റ്റേജിൽ കൂടെയാണ് പ്രിൻസിപ്പിൾസ് ഇന്ന് കാണുന്ന രീതിയിൽ ഫോം ആയിട്ടുള്ളത്. 4 സ്റ്റേജ്. സ്റ്റേജ് 1 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ആദ്യം റെപ്സ് ആണ് ഈ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു 1860 അവരുടെ പൊതുയോഗത്തിൽ ജനറൽ ബോഡി. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുക ICA പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. ICA പ്രിൻസിപ്പിൾസ് സെക്കൻഡ് സ്റ്റേജ് ICA പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ICA 1934 സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. 1937 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ICAയുടെ തന്നെ കാർവേ പ്രിൻസിപ്പിൾ ആണ്. 1964 സബ് കമ്മിറ്റി ഒരു കാർവേ കമ്മിറ്റി, സബ് കമ്മിറ്റി അല്ല കാർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. 66 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പിന്നെ 1995 ലാസ്റ്റ് സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജിൽ കൂടെയാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് കാണുന്ന നിലയിൽ ഈ വന്നിട്ടുള്ളത് ഈ 4ാമത്തെ സ്റ്റേജിലെ പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ റെപ്സിനെ കുറിച്ച് പഠിക്കാം. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് സ്റ്റേജ് റെപ്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. The first cooperative society came into being in 1761, which was set up by Fenwick Weavers Society. ലോകത്തിലെ ആദ്യത്തെ സംഘം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പുസ്തകങ്ങൾ 1760 വൂൾവിക് ആൻഡ് ചാറ്റോൺ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് CSEB പഠിക്കേണ്ടത് 1761 കേട്ടോ. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിലൊക്കെയാണ് ഈ വൂൾവിക് ആൻഡ് ചാറ്റോൺ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളിത് പഠിച്ചാൽ മതി. 1761 ഫെൻവിക്ക് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, സ്കോട്ട്ലൻഡിലായിരുന്നു കേട്ടോ. ഓക്കെ, അവരാണ് ലോകത്തിലെ ആദ്യത്തെ സംഘം. പക്ഷെ അവർ സക്സസ് ആയില്ല. അപ്പോൾ അതിനുശേഷം ഒരുപാട് സംഘങ്ങൾ, അതാണ് പറയുന്നത്, there were various cooperative societies formed on different lines between 1761 and 1844. അപ്പോൾ 1761 ആദ്യമായിട്ട് റബ്സ് ഫെൻവിക്ക് രൂപീകരിച്ചു. അതിനുശേഷം 1761 1844 ഇടയിലായിട്ട് ഒരുപാട് സംഘങ്ങൾ ഫോം ചെയ്തുകൊണ്ടേയിരുന്നു അല്ലേ. പക്ഷെ ഇതൊന്നും സക്സസ് ആയില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സംഘങ്ങൾ വന്നു, പക്ഷെ ഇതൊന്നും സക്സസ് ആയില്ല. പക്ഷെ പറയുന്നതാണ് അത് നോക്കിയാൽ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ഡിഡ് നോട്ട് സക്സസ്. അവർ വിജയിച്ചില്ല, വന്നു പോയി. പക്ഷെ പറയാണ്, ഓൺ 21 ഡിസംബർ 1844 21/12/1844 28 ഫ്ലാനൽ വീവേഴ്സ് 28 ഫ്ലാനൽ വീവേഴ്സ് ഓഫ് റോക്ക്ഡെയിൽ ഇൻ ഇംഗ്ലണ്ട് ഫോംഡ് എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ബെനിഫിറ്റിംഗ് ദ വീവേഴ്സ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ വീവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി 21/12/1844 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നുകൊണ്ട് ഒരു സംഘം രൂപീകരിച്ചു. അതിനെയാണ് നമ്മൾ എന്ന് പറയുക, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സംഘം എന്ന് പറയുക. ഇനിയും പറയുന്നുണ്ട്, ദേ സക്സീഡഡ് ഇൻ ദെയർ വെഞ്ചർ ബേസിക്കലി റണ്ണിങ് ദ സ്റ്റോർ വിത്ത് സം ബേസിക് പ്രിൻസിപ്പിൾ. അവർ ചില അടിസ്ഥാന തത്വങ്ങളോടെയാണ് അവരുടെ ആ സ്റ്റോർ റൺ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഇൻ ദ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇൻ 1860 1860 അവരുടെ പൊതുയോഗത്തിൽ ദ പൈനിയേഴ്സ് ഡിക്ലെയർഡ് സർട്ടൻ ബേസിക് പ്രിൻസിപ്പിൾ. അവർ സർട്ടൻ പ്രിൻസിപ്പിൾസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. സർട്ടൻ പ്രിൻസിപ്പിൾസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേതൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഓക്കെ, അറിയാവുന്നതാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത്തെയാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. അവിടുത്തെ നിയന്ത്രണം, മാനേജ്മെന്റ് ഡെമോക്രാറ്റിക് ആണ്. മൂന്നാമത്തെയാണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. നാലാമത്തെയാണ് പാട്രോണേജ് ഡിവിഡൻഡ് അല്ലേ. അതായത് ഓരോ അംഗങ്ങളും അവിടെ എത്രത്തോളം ഇടപാട് നടത്തുന്നോ ആ ഇടപാടിന് അനുസൃതമായിട്ടായിരിക്കും ഇവിടെ ഡിവിഡൻഡ് നൽകുക. അതിനെയാണ് പാട്രോണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇടപാടിന് അനുസൃതമായിട്ട് ഡിവിഡൻഡ് നൽകുന്നു. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. കാരണം അവിടെ ജാതിക്കോ അല്ലെങ്കിൽ മതങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ അതീതമാണ് സഹകരണ സംഘം ഓർത്ത് വെച്ചേക്കുക. കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനും അതീതമാണ് സംഘം. പിന്നെയാണ് ക്യാഷ് ട്രേഡിങ്. പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേറ്റഡ് ഗുഡ്സ്. ചില പുസ്തകങ്ങൾ 7 ചില പുസ്തകങ്ങൾ 8 കാണുന്നുണ്ട്. ഇപ്പോൾ 7 പഠിച്ചതും കുഴപ്പമില്ല, 8 പഠിച്ചാലും കുഴപ്പമില്ല, ഓർത്ത് വെച്ചേക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ 8 ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില പുസ്തകങ്ങൾ 7 കാണിക്കുന്നത്, ഇവിടെ ഞാൻ 8 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേറ്റഡ് ഗുഡ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജ്. ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പാർട്ട് 2 ബാക്കിയുള്ള സ്റ്റേജസ് 2, 3, 4 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെപ്സ് വരെ നമ്മൾ പഠിച്ചു നിർത്തി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. എൻട്രിയിൽ എന്താണ്, ആ കോർപ്പറേറ്റ് CSEBയുടെ കോഴ്സസ് റണ്ണിങ് ആണ്, നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളെന്ന് പറയാം. സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് ആണ് കേട്ടോ. സിലബസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് നമ്മൾ കംപ്ലീറ്റ് സിലബസും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ക്ലാസ്സസ് ആപ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, റെക്കോർഡ് ക്ലാസ്സസ് മാത്രമല്ല, ലൈവ് ക്ലാസ്സസ്, ഇതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകളുണ്ടല്ലോ. അതായത് ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സസ്, നിങ്ങൾക്ക് ഓരോ സ്റ്റഡി പ്ലാൻ കാണും. നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ അനുസൃതമായിട്ട് വീഡിയോസൊക്കെ നമ്മളിവിടെ അലോട്ട് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ, പഠിച്ചു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസ് അന്നത്തെ ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാനും പിന്നെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടായിരിക്കും ഈ ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായം ഉണ്ടായിരിക്കും കേട്ടോ. മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായം ഉണ്ടായിരിക്കും. നാലാമതായിട്ട് നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കറിയാം എത്രത്തോളം പഠിച്ചാലും ക്വസ്റ്റ്യൻസുകൾ എഴുതി പ്രാക്ടീസ് ആണ് അല്ലേ. മോഡൽ ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തരും കേട്ടോ. ഒരു 3 മാസം കൊണ്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവറപ്പ് ചെയ്യാം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ PDF രീതിയിൽ നോട്ട്സുകളൊക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 7736
22215 കേട്ടോ. ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ താഴെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് ഫോംസിൻ്റെയൊക്കെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.